നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലായിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ ഡോക്ടർ അറസ്റ്റിൽ. 70-കാരനായ ഡോക്ടർ രാഘവനാണ് അറസ്റ്റിലായത്. ചികിത്സയ്ക്കായി ഡോക്ടറുടെ ക്ലിനിക്കിലെത്തിയ 23-കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി. പെൺകുട്ടിയുടെ വസ്ത്രമഴിച്ച് പരിശോധിക്കുകയും ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയും ചെയ്തുവെന്നാണ് പാലാ പോലീസിൽ പരാതി നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്ത് 29 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഇന്ന് 1000-ഓടടുക്കുകയാണെന്നും സഭാധ്യക്ഷൻ. മദ്യം വീട്ടുപടിക്കൽ എത്തിക്കുന്നതിനെതിരെയും വിമർശനം. ഇടുക്കിയിൽ തേയില വ്യവസായത്തിലെ പ്രതിസന്ധി അതീവ ഗുരുതരം. പീരുമേട്ടിൽ 4 തേയിലത്തോട്ടങ്ങൾ കൂടി അടച്ചുപൂട്ടി. 500-ലധികം സ്ഥിരം തൊഴിലാളികളും 200-ലധികം അതിഥി തൊഴിലാളികളും പ്രതിസന്ധിയിൽ. പാലായിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ ഡോക്ടർ അറസ്റ്റിലായി. 70-കാരനായ ഡോക്ടർ രാഘവനാണ് പിടിയിലായത്. ഇന്നലെയാണ് സംഭവമുണ്ടായത്. മലബന്ധത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ഡോക്ടറുടെ ക്ലിനിക്കിലെത്തിയ 23-കാരിയായ പെൺകുട്ടിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറുകയായിരുന്നു. പെൺകുട്ടിയുടെ വസ്ത്രം അഴിച്ച് പരിശോധിക്കുകയും ശരീരഭാഗങ്ങളിൽ ഇയാൾ സ്പർശിക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടിയുടെ വീട്ടുകാർ പാലാ പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മദ്യനയത്തിനെതിരെ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ. മദ്യനയം എന്നത് ജലരേഖയായി മാറുന്നത് ദൈനംദിന വാർത്തകളിലൂടെ മലയാളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. റേഷനരി വാങ്ങാൻ വിരൽ പതിപ്പിക്കണം, എന്നാൽ മദ്യം വീട്ടുപടിക്കൽ എത്തിച്ചു നൽകും. ഇത് ശരിയായ നിലപാടല്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമായ ഒരു വസ്തുവിനെയും വീടുകളിലേക്ക് എത്തിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് സർക്കാർ കൂട്ടുനിൽക്കരുത്. സർക്കാരിൻ്റെ മദ്യനയം വികലമാണെന്ന് CPI തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ നയം കുടുംബാന്തരീക്ഷത്തെ അപകടത്തിലാക്കും. അതുകൊണ്ട് നയം തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്കിലൂടെ ഓർത്തഡോക്സ് സഭാധ്യക്ഷനാണ് നിലപാട് അറിയിച്ചത്. ഇടുക്കിയിൽ തേയില വ്യവസായത്തിലെ പ്രതിസന്ധി അതീവ ഗുരുതരമായി. പീരുമേട്ടിൽ 4 തോട്ടങ്ങൾ കൂടി അടച്ചുപൂട്ടി. ഇതോടെ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളുടെ എണ്ണം 7ആയി. ഹെലിബറിയ ടീ കമ്പനികളുടെ ചെമ്മണ്ണ്, ഹെലിബറിയ, ചിന്നാർ എന്നീ തോട്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം അടച്ചത്. 500-ലധികം സ്ഥിരം തൊഴിലാളികളും 200ഓളം അതിഥി തൊഴിലാളികളും ഇതോടെ പ്രതിസന്ധിയിലായി. 4 മാസത്തോളമായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട്. 18 മാസമായി ഇവരുടെ പ്രോവിഡന്റ് ഫണ്ടും മാനേജ്മെന്റ് അടച്ചിട്ടില്ല. ഇപ്പോൾ ഈ 2 മാസത്തെ ശമ്പളം നിലവിൽ ഞങ്ങൾക്ക് സ്റ്റോർ കാശ് പോലും തരാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം മുന്നോട്ട് നീങ്ങുന്നത്. ആ ശമ്പളം ചോദിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഈ 4 ദിവസത്തേക്ക് മുമ്പ് നോട്ടീസ് ഇട്ടിട്ട് കമ്പനി ഇപ്പോൾ തൽക്കാലം പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. ഞങ്ങൾക്കിപ്പോൾ റിട്ടയർമെൻ്റ് ആയ തൊഴിലാളികൾ 150ഓളം പേരുണ്ട്. അവരുടെ ഗ്രാറ്റുവിറ്റി അടയ്ക്കുകയോ അവരുടെ ഈ PF അടച്ചാൽ മാത്രമേ അവർക്ക് ഈ പെൻഷൻ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അത് അടച്ചിട്ടില്ല. ഞങ്ങളുടെ ഈ 58 മാസത്തെ PF ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പകർപ്പിൽ അത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ PF ഓഫീസിൽ അടച്ചിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനോ ഒരു വീടാവശ്യത്തിനോ ഒരു രോഗം വന്നെങ്കിൽ പോലും ഞങ്ങൾ ജോലി ചെയ്ത ഈ PF ഇച്ചിരി പൈസ എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഹെലിബറിയ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചിന്നാർ എന്ന പേരിൽ വിപണിയിലുള്ള തേയിലയിൽ ഗുണനിലവാരം കുറഞ്ഞ തേയിലപ്പൊടി തോട്ടമുടമകൾ കലർത്തുന്നതായാണ് തൊഴിലാളികളുടെ ആരോപണം. കൊച്ചിയിലെ ലേലകേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ തേയിലയിൽ മായം കലർന്നതായി കണ്ടെത്തി. ഇതോടെ കമ്പനിക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നു. 4 തോട്ടത്തിലെയും കൊളുന്ത് വിറ്റഴിക്കാനാകാതെ വന്നതോടെ പ്രതിസന്ധി രൂക്ഷമായി. തുടർന്ന് 4 തോട്ടങ്ങളും കഴിഞ്ഞ ദിവസം പൂട്ടുകയായിരുന്നു. നിലവിൽ പ്രവർത്തിക്കുന്ന 7 തോട്ടങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ദൃശ്യ ന്യൂസ്, ഇടുക്കി. സിഗരറ്റ് വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തി സ്വർണവും പണവും കവർന്നു. കൂത്താട്ടുകുളം മില്ലുംപടി വലിയ വിരിപ്പ് ജംഗ്ഷനിൽ പെട്ടിക്കട നടത്തി വരുന്ന മുളന്താനത്ത് അമ്മുകുട്ടി ഗോപാലൻ്റെ 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും 2500 രൂപയും അടങ്ങിയ സഞ്ചിയുമാണ് കളവ് പോയത്. രാവിലെ 6:30 കട തുറക്കുന്ന സമയത്ത് സിഗരറ്റ് വാങ്ങാനെന്ന വ്യാജേന ബൈക്കിൽ കടയിലെത്തിയ യുവാവ് സിഗരറ്റ് ആവശ്യപ്പെടുകയും തന്ത്രപരമായി പണവും സ്വർണവും അടങ്ങിയ സഞ്ചിയുമായി കടന്നുകളയുകയായിരുന്നു. മോഷണം നടത്തിയതിൻ്റെ തലേദിവസവും ഈ യുവാവ് കടയിലെത്തിയിരുന്നുവെന്ന് സ്ഥാപന ഉടമ അമ്മുകുട്ടി ഗോപാലൻ പറഞ്ഞു. കൂത്താട്ടുകുളം പോലീസ് സ്ഥലത്തെത്തി സമീപത്തുള്ള CCTV ക്യാമറ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഞാനിവിടെ കട തുറന്നു കഴിഞ്ഞപ്പോഴത്തനോട് വന്ന് 5 സിഗരറ്റ് ചോദിച്ചു. 5 മിനി വിൽസ് തരാൻ പറഞ്ഞു. അപ്പം ഞാൻ കയറി സിഗരറ്റ് എടുത്തോണ്ടിരുന്നപ്പം അവൻ ഇവിടം വരെ കയറി വന്നു. എത്ര മണിയായപ്പോഴാണ്? ഒരു 6:30
ആയിക്കാണോ? 6:30 കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കയറി വന്നേച്ച് ഇവിടെ വന്നേച്ച് അവൻ പറഞ്ഞു, ഞാൻ പൈസ എടുത്തില്ല, തീർത്ത് വേണ്ട എന്നും പറഞ്ഞ് അവനങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പൊ എൻ്റെ ഞാൻ കൊണ്ടുവന്ന സഞ്ചി ഇവിടെ ഈ മേശപ്പുറത്തകത്ത്. സഞ്ചിക്കകത്ത് മൊബൈല്, പിന്നെ പേഴ്സ്, മാല, പിന്നെ ഒരു എമർജൻസി, ഒരു ടോർച്ച്, ഒരു കുപ്പി, ഈ സ്റ്റീലിന്റെ കുപ്പി വെള്ളം കൊണ്ടുപോണേ, പിന്നെ ഒരു ചോറ്റുപാത്രം പോലത്തെ ഒരു പാത്രം. സ്വർണ്ണമാലയായിരുന്നു. അതന്നെ 2 പവൻ മെച്ചമുള്ള മാലയാ. പിന്നെ നമുക്ക് പൈസ പൈസ ഒരു 2500 രൂപയുടെ മുകളിൽ കാണും. മല്ലപ്പള്ളി താലൂക്ക് NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക സംഗമവും രാമായണമേളയും നടത്തി. രാമായണം ആസ്പദമാക്കി കുട്ടികൾക്കായും വനിതകൾക്കായും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കുന്നന്താനം NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആധ്യാത്മിക സംഗമവും രാമായണമേളയും NSS മല്ലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS പ്രതിനിധി സഭാംഗവുമായ MP ശശിധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. NSS പ്രതിനിധി സഭാംഗം അഡ്വക്കേറ്റ് പ്രകാശ് കുമാർ ചെറളേൽ അധ്യക്ഷനായിരുന്നു. യൂണിയൻ സെക്രട്ടറി MG അശോക് കുമാർ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പ്രശാന്ത് കുമാർ VM, സുദർശനകുമാർ, കരുണാകരൻ നായർ, അനിൽകുമാർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് CP ഓമനകുമാരി എന്നിവർ പ്രസംഗിച്ചു. രാമായണമേളയോടനുബന്ധിച്ച് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെ ആസ്പദമാക്കി LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ കുട്ടികൾക്കായും വനിതകൾക്കായും വിവിധ മത്സരങ്ങൾ നടത്തി. ശ്രീരാമ-ലക്ഷ്മണന്മാർ മരത്തിന്റെ പുറകിലൂടെ ചേരുന്നു. ഭാര്യയെ അമ്പേത് ബാധിച്ചു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമാണ് കേരളമെന്ന് ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് കേരള കോൺഗ്രസ് നെടുങ്കുന്നം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ഇടതുപക്ഷം വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നതെന്നും ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളോട് നെടുങ്കുന്നം പഞ്ചായത്ത് മുഖം തിരിച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോൺ C. ജോൺ കാട്ടൂർ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് AM മാത്യു ആനിത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. റജി പോത്തൻ, ഷാജി പാമ്പൂരി, സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, KM തോമസ്, ബിജി അഭിലാഷ് പെരിഞ്ചേരി, രാഹുൽ B. പിള്ള, നാസർ സലാം, ടോണി ഊത്തപ്പാറയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ ഇത്തരം സംഭവങ്ങളൊന്നും അരങ്ങേറാൻ കഴിയാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ എപ്പോഴും നിലനിന്നിരുന്ന ഒരു ഇടതുപക്ഷ മനസ്സിൻ്റെയും ഇടതുപക്ഷ നിലപാടുകളും ന്യൂനപക്ഷങ്ങളെ കൂടത്തിനോടൊപ്പം നിർത്താൻ ശ്രമിച്ച ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. പക്ഷേ ആ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ നമ്മളെത്രമാത്രം നമുക്ക് അത് ഹൈലൈറ്റ് ചെയ്യാൻ പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയം നമ്മൾ കുറേ കൂടെ ഗൗരവമായി ചർച്ച ചെയ്യും. കാരണം അതിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ മുന്നണിയും ഒക്കെ തന്നെ കേരളത്തിൽ ഇനിയും അധികാരത്തിൽ നിൽക്കുക എന്നുള്ളത് കേരളം ഇന്ന് അനുഭവിക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെയും മതസാഹോദര്യത്തിൻ്റെയൊക്കെ അന്തരീക്ഷത്തെ നിലനിർത്താൻ ഏറ്റവും പര്യാപ്തമായ സാഹചര്യങ്ങളൊന്നാണ് എന്നുള്ള കാര്യത്തിൽ
ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പണ്ട് അങ്ങനെയല്ല, നെടുങ്കുന്നം പഞ്ചായത്ത് ഏത് വികസന പ്രവർത്തനത്തിനോടും നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. ഇവിടുത്തെ PW റോഡുകൾ ഈ ഒറ്റ റോഡ് ഒഴിച്ച് ബാക്കി എല്ലാ റോഡും ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള റോഡുകളാണ്, അല്ലെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ. പുന്നവേലി റോഡാണെന്നുണ്ടെങ്കിലും അതെ, പിന്നെ മുളയപ്പള്ളി റോഡാണെങ്കിലും ഏത് റോഡ് എടുത്ത് നോക്കൂ. രണ്ട്, ഞാൻ ഇവിടുത്തെ ഈ ചിറയ്ക്ക് റോഷിയസിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് 22 ലക്ഷം രൂപ അല്ലേ ഓർക്കുന്നത്, 22 ലക്ഷം രൂപ വാങ്ങിച്ചാണ് ആ ചിറ കെട്ടിയത്. ആ ചിറ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു ബാക്കി പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു, ആർക്കും വേണ്ട. അപ്പം പറഞ്ഞു അത് വേറെ സോഴ്സിൽ നിന്ന് പണം കിട്ടുമെന്ന് പറഞ്ഞു. എവിടെ ചോദിച്ചു കിട്ടി? എന്നിട്ട് പറയുന്നത് ഞാൻ ഇവിടെ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി, ഇവിടെ ഒന്നും വരുന്നില്ല. ഇവിടെ വരാനായിട്ട് ബാക്കിയുള്ളവരോട് സഹകരിക്കണ്ടേ? നമ്മുടെ കുഴപ്പമാണ്. ഇങ്ങനെല്ലാവരും തന്നെ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുകയും ഏറ്റവും കൂടുതൽ വികസനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്ത് എടുക്കണം. അല്ലെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുകയില്ല. പക്ഷെ ഇപ്പോൾ ഉണ്ടൊരു സമീപനം എന്ന് പറയുന്നത് നമ്മളെ ഒരു വിധത്തിലും ഈ ഒരുമിച്ച് ഇപ്പം എല്ലാവരും വേണം, അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കല്ല. MLA വേണം, പഞ്ചായത്തും വേണം, എല്ലാവരും കൂടെ ചോദിച്ചാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും കാണുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് നമുക്ക് നാടിന് പൊതുവെ ഗുണകരമല്ലാത്തൊരു സമീപനമാണ്. പാലാ KM മാണി സ്മാരക ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലെ കളച്ചെടി പുതുതലമുറയ്ക്ക് കൗതുകമാകുന്നു. ദക്ഷിണേന്ത്യയിലെ ഇടതൂർന്ന വനങ്ങളിലും കുറ്റിക്കാടുകളിലും പാതയോരങ്ങളിലും കണ്ടുവരുന്ന കളച്ചെടിയായ പൂടപ്പഴമാണ് പുതുതലമുറയ്ക്ക് കൗതുകമാകുന്നത്. പണ്ടുകാലത്ത് ജനങ്ങളുടെ വിശപ്പടക്കിയിരുന്ന പൂടപ്പഴം ഇന്ന് അന്യം നിന്നുപോയി. പുതുതലമുറയ്ക്കാകട്ടെ ഇതിനെപ്പറ്റി അറിവുമില്ല. പാഷൻ ഫ്രൂട്ടിന്റെ കുടുംബക്കാരനായ പാസിഫ്ലോറ ഫിറ്റീഡ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പഴം ഓരോ പ്രദേശങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പൂടപ്പഴം, കുരങ്ങുപെറുക്കിപ്പഴം, അമ്മുമപ്പഴം, മക്കളെപ്പോറ്റി, പൂച്ചപ്പഴം, കൊരങ്ങമ്പഴം, കുറുക്കമ്പഴം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പഴം സർവ്വരോഗ സംഹാരിയായ ഔഷധ സസ്യമാണെന്ന് പഴമക്കാർ പറയുന്നു. പണ്ടുകാലത്ത് വയറിനകത്തെ അൾസറിനെ സുഖപ്പെടുത്താൻ ഈ ചെടി ഉപയോഗിച്ചിരുന്നു. എല്ലുകളുടെ ശേഷി വർദ്ധിപ്പിക്കാനും അനീമിയ തടയാനും ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാനും BP കുറയ്ക്കാനും പല്ലുകളുടെയും വൃക്കയുടെയും ആരോഗ്യത്തിനുമെല്ലാം ഇത് നല്ലതാണ്. പൂടപ്പഴത്തിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതെന്ന് പറയപ്പെടുന്നത്. അയൺ, വിറ്റാമിൻ C, പൊട്ടാസ്യം തുടങ്ങിയവയും ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. ആസ്മ, ത്വക്ക് രോഗങ്ങൾ, ഹിസ്റ്റീരിയ തുടങ്ങിയ രോഗങ്ങൾക്കും നല്ലതാണ്. ചെടി സമൂലം വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാൽ കുട്ടികളിലെ വിരശല്യം മാറ്റാനും നല്ലതാണ്. ഇതിന്റെ ഇലയും തണ്ടും പിഴിഞ്ഞെടുക്കുന്ന നീര് സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് പരിഹാരമാകുന്നു. പാമ്പ് കടിയേറ്റുണ്ടാകുന്ന മുറിവുണക്കാൻ ഇതിന്റെ ഇല പിഴിഞ്ഞെടുത്ത നീര് ഉപയോഗിക്കുന്നു. പല രാജ്യക്കാരും ചുമ, വിരശല്യം, ദഹന പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഉപാധിയായിട്ടും പൂടപ്പഴം ഉപയോഗിക്കുന്നു. ഹോമിയോ മരുന്നുകളിലും പൂടപ്പഴം ഉപയോഗിച്ചു വരുന്നുണ്ട്. രുചി, ദഹനം, പ്രതിരോധശേഷി എന്നിവ വർദ്ധിപ്പിക്കാനും ഈ കളച്ചെടിക്ക് ശേഷിയുണ്ട്. പാഷൻ ഫ്രൂട്ടിന്റെ പൂവിനോട് സാദൃശ്യമുള്ള ഇവയുടെ ഗോലിയുടെ വലുപ്പമുള്ള കായ പൂട പോലുള്ള ഒരു ആവരണം കൊണ്ട് മൂടിയിരിക്കുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ പഴം പോലെ ജെല്ലി കൊണ്ട് ആവരണം ചെയ്ത ഒരു കറുത്ത കുരു പൂടപ്പഴത്തിനുള്ളിൽ കാണപ്പെടുന്നു. നേരിയ പുളി കലർന്ന മധുരമാണ് ഇതിന്റെ രുചി. പാലാ ഗവൺമെന്റ് ആശുപത്രിയിലെ PTS ആയ ഹരികുമാർ മറ്റക്കര തന്റെ പച്ചക്കറിത്തോട്ടത്തിൽ വളർന്ന ഈ ചെടിയിൽ പുതുമ തോന്നി ഗൂഗിളിൽ പരിശോധിച്ചപ്പോഴാണ് പൂടപ്പഴമാണെന്ന് മനസ്സിലായത്. തുടർന്ന് പരിപാലിച്ച് വളർത്തിയെടുക്കുകയായിരുന്നു. ചെടിയുടെ ഗുണമറിഞ്ഞ് കൂടുതൽ പന്തൽ കെട്ടി പടർത്തി. 100 കണക്കിന് കായകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാനും അതിന്റെ മധുരം നുകരാനും എത്തുന്നവർ നിരവധിയാണ്. ആവാസ വ്യവസ്ഥയുടെ നാശം ഈ ചെടി വംശനാശ ഭീഷണിയുടെ വക്കീലാണ്. ദൃശ്യാന്യൂസ്, പാലാ. മുഖം ഗ്ലോബൽ മാഗസിൻ ഏർപ്പെടുത്തിയ 2024-25 സേവനശ്രേഷ്ഠ പുരസ്കാരത്തിന് കറുകച്ചാൽ ട്രാവൻകൂർ ഫൗണ്ടേഷൻ ചെയർമാൻ ജിജി ഫിലിപ്പ് അർഹനായി. റിട്ടയേർഡ് DGP ഋഷിരാജ് സിംഗ് പുരസ്കാരം സമ്മാനിച്ചു. കോവിഡ് കാലത്ത് ആഗോളതലത്തിൽ ആരംഭിച്ച സാംസ്കാരിക സാഹിത്യ മാസികയായ മുഖം ഗ്ലോബൽ മാഗസിൻ കഴിഞ്ഞ 2 വർഷമായി മാധ്യമരംഗത്തും ജീവകാരുണ്യ രംഗത്തും പ്രവർത്തിക്കുന്ന പ്രവാസികൾക്ക് പുരസ്കാരം നൽകിയിരുന്നു. ഈ വർഷം മുതൽ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കും പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ട്രാവൻകൂർ ഫൗണ്ടേഷന്റെ ചെയർമാൻ ജിജി ഫിലിപ്പിനെ പരിഗണിച്ചത്. കറുകച്ചാൽ, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ സീനിയർ സിറ്റിസൺസിനായി എല്ലാ സൗകര്യങ്ങളോടും കൂടി ആരംഭിച്ച വീടുകളുടെ സമുച്ചയമാണ് ട്രാവൻകൂർ ഫൗണ്ടേഷൻ ലിവിംഗ് സിസ്റ്റം. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനൊപ്പം നിരവധി സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ജിജി ഫിലിപ്പ് നേതൃത്വം നൽകുന്നു. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് ജിജി ഫിലിപ്പിന് പുരസ്കാരം സമ്മാനിച്ചു.
നമ്മുടെ പ്രശ്നം പറഞ്ഞു വെച്ചാൽ നമ്മുടെ മക്കള് ഇപ്പൊ നമ്മുടെ നോക്കലില്ലാനാണ് ഇപ്പൊ ഒരു മൊത്തം ഇന്ത്യ രാജ്യത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു കാര്യം. അത് നേരത്തെ ഇല്ലായിരുന്നു. 10-20 വർഷം, 15 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇതിന്റെ വ്യാപകത ഒരുപാട് കൂടിയിട്ടുണ്ട്. പത്രങ്ങളൊക്കെ വായിച്ചാൽ ഇപ്പൊ മനസ്സിലാക്കുന്നത് 30% ഇപ്പൊ പെൺകുട്ടികൾ കല്യാണം ചെയ്യണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അവരോട് ചോദിച്ചു, എന്താ ഈ 30% പെൺകുട്ടികൾ നിങ്ങൾ എന്താ കല്യാണം ചെയ്യൂല എന്ന തീരുമാനം എടുക്കാനുള്ള കാരണം? അവർ പറയുകയാണ്, ഈ കല്യാണം ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ കുട്ടികൾ നമ്മുടെ വയസ്സായ സമയത്തിൽ ഇപ്പോൾ കുട്ടികൾ നമ്മുടെ കാര്യം നോക്കുമില്ലാതെ ഇപ്പോൾ ഏതായാലും ഉറപ്പായി വന്ന സ്ഥിതിക്ക് പിന്നെ എന്തിന് കല്യാണം, പിന്നെ എന്തിന് കുട്ടികൾ, അങ്ങനെ ഒരു ധാരണ ഇന്ത്യ രാജ്യത്തിൽ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. ട്രാവൻകൂർ ഫൗണ്ടേഷനിൽ നടന്ന ചടങ്ങിൽ ലഹരിമുക്ത കേരളം കോർഡിനേറ്ററും കഥാകൃത്തുമായ ബി ഹരികുമാർ അധ്യക്ഷനായിരുന്നു. ട്രാവൻകൂർ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ രേണു എബ്രഹാം വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജെയിംസ് ചെട്ടിയാത്ത് രചിച്ച ആത്മസഖി എന്ന പുസ്തകം ചടങ്ങിൽ ഋഷിരാജ് സിംഗ് പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ കോരസൻ വർഗീസ് പുസ്തകം ഏറ്റുവാങ്ങി. മുൻ ഫൊക്കാന ജനറൽ സെക്രട്ടറിയും ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ മാമൻ സി ജേക്കബ്, ഫൊക്കാന മുൻ പ്രസിഡന്റ് ജോർജി വർഗീസ്, എഴുത്തുകാരി സരോജ വർഗീസ്, ഫ്ലോറിഡ കൈരളി ആർട്സ് ക്ലബ് പ്രസിഡന്റ് വർഗീസ് ജേക്കബ്, സാഹിത്യകാരന്മാരായ കോരസൻ വർഗീസ്, ജെയിംസ് ചെട്ടിയാത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുഖം ഗ്ലോബൽ മാഗസിൻ എഡിറ്റർ അനിൽ പെണ്ണൂക്കര, ഫിലിപ്പ് കെ ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. തടിയമ്പാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടിയമ്പാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. KSKTU ഏരിയ പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ച യോഗം CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ കോഴിക്കോട് ജില്ലയിൽ കല്ലായി പീടിയുടെ തിണ്ണയിലിരുന്ന് 5 സഖാക്കളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് ഒരു പീഡിക തിണ്ണയിൽ ഇരുന്നുകൊണ്ടാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KG സത്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഭിവാദ്യമർപ്പിച്ച് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷാ മോഹനൻ, ബാബു മനത്തൂർ, MK അനീഷ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ നിലപാടുകളിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് 2 പ്രവർത്തിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹത്തായ സമ്മേളനത്തിൽ നിന്നും ഒരു ന്യൂനപക്ഷമായ 32 സഖാക്കൾ ആ സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങി വന്നതിനൊപ്പം നിന്ന വളരെ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലയിൽ നിലവിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി സ്ഥലം മാറിപ്പോകുന്ന V വിഘ്നേശ്വരിൽ നിന്നും ചുമതല ഏറ്റെടുത്ത ശേഷം ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയായിരുന്നു കളക്ടർ. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇതിനുവേണ്ടി കാര്യക്ഷമമായി നിർവഹിക്കും. വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം കളക്ടർ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന്റെ സുഗന്ധവർജ്ജന ഉദ്യാനമാണ് ഇടുക്കി. അതുപോലെ തന്നെ ടൂറിസം രംഗത്തും ജില്ല മികച്ച സംഭാവനകൾ നൽകുന്നു. ഈ മേഖലകളിലെ വികസനത്തിന് പ്രാധാന്യം നൽകും. ഇടമലക്കുടി ഉൾപ്പെടെയുള്ള ആദിവാസി ഗോത്രമേഖലകളുടെ ഉന്നമനത്തിനും പ്രത്യേക ശ്രദ്ധ നൽകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നേൽ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ്, ഡെപ്യൂട്ടി കളക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിനെ സ്വീകരിച്ചു. തുടർന്ന് ചേംബറിലെത്തി V വിഘ്നേശ്വരിയിൽ നിന്നും ചുമതല ഏറ്റെടുത്തു. സബ് കളക്ടർമാരായ അനൂപ് ഗാർഗ്, VM ആര്യ എന്നിവർ സന്നിഹിതരായിരുന്നു. ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികളടക്കമുള്ളവർ കളക്ടറെ സന്ദർശിച്ചു. ജില്ലയുടെ 42ാമത്തെ കളക്ടറാണ് ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. തിരുവനന്തപുരത്ത് ഹോമിയോപ്പതി വകുപ്പിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഭാര്യ ഡോക്ടർ ശ്രീകല, മക്കളായ അഞ്ജലി, അരവിന്ദ് എന്നിവരും ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിനൊപ്പം എത്തിയിരുന്നു.
വളരെ സുന്ദരമായ പ്രകൃതിരമണീയമായ ഇടുക്കിയിൽ കളക്ടറായിട്ട് ചാർജ് എടുത്തതിന് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒട്ടേറെ സാധ്യതകളുള്ളൊരു ജില്ലയാണ് ഇടുക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മുടെ ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി രമണീയത, ടൂറിസം പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ നമ്മുടെ ആദിവാസികൾ ഉൾപ്പെടെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു വികസന പ്രക്രിയയുടെ തുടർച്ചയിൽ ഒരു പങ്കാളിയാകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ഒരു ജില്ലാ കളക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ലാൻഡ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ സംബന്ധമായ ഒരു നേതൃത്വത്തോടൊപ്പം തന്നെ ഇപ്പോൾ അത് ഒരു ജില്ലയുടെ തന്നെ ഒരു സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് മൊത്തത്തിലൊരു നേതൃത്വം നൽകാൻ പറ്റുക എന്നുള്ളത് വളരെ നമ്മുടെ സർക്കാർ സേവനത്തിൽ തന്നെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകൾ, ആ വകുപ്പുകളുടെ ഒരു വളരെ എഫക്റ്റീവായ ഒരു കോർഡിനേഷനിലൂടെ നമുക്ക് കൂടുതൽ നിലവിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഇതിനകം തുടക്കം കുറിച്ച പദ്ധതികൾ അതിൻ്റെ അതേ ഊർജ്ജസ്വലതയോടെ നമ്മുടെ സഹപ്രവർത്തകരുടെ കൂടുതൽ പിന്തുണയോടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് ഇടുക്കി ഞാൻ വളരെ സാധ്യതയുള്ള ജില്ലയെന്ന് പറയുന്നതോടൊപ്പം ചില പരിമിതികൾ നമ്മുടെ മുന്നിലുള്ള കാര്യം അറിയാം. നമ്മുടെ ഈ ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തിരുവല്ല കുന്നന്താനം പഞ്ചായത്തിലെ 13, 25, 15 വാർഡുകളിൽ 1.25 കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകൾ നാടിന് സമർപ്പിച്ചു. റോഡുകളുടെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK മധുസൂദനൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്യു VC, മിനി ജനാർദ്ദനൻ, സ്മിത വിജയരാജൻ, ഈശ്വരി VS, CPM ലോക്കൽ സെക്രട്ടറി SV സുബിൻ, LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ S രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെന്റ് 1000 കോടി രൂപയാണ് നീക്കിവെച്ചത്. നമുക്ക് അതിന്റെ ഭാഗമായിട്ട് തന്നെയും ഓരോ പഞ്ചായത്തിൽ നിന്നും 2 റോഡുകൾ എടുത്തപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നും 4 റോഡുകളാണ് അതിനായിട്ട് എടുത്തത്. 70 ലക്ഷം രൂപയാണ് അതിന് പ്രത്യേകമാക്കി വെച്ചത്. അതിലൊന്നാണ് നമ്മുടെ തൊട്ടപ്പടി മൈലമറ്റ് ചിറ്റങ്ങണ റോഡിൻ്റെതായ 25 ലക്ഷം രൂപയും, മടത്തിക്കാവ് നടക്കൽ റോഡിന് വേണ്ടി 20 ലക്ഷം രൂപയും, മുണ്ടുകണ്ടം പൊളയൽപ്പടി റോഡിന് വേണ്ടി 15 ലക്ഷം രൂപയും, പാറാങ്കൽ കുരിശ്ശേരി വെങ്കോട്ട റോഡിന് വേണ്ടി 20 ലക്ഷം രൂപയും മാറ്റിവെച്ചു. കൂത്താട്ടുകുളം ശ്രീധരീയം ആയുർവേദിക് ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൽ നിർമ്മാണം പൂർത്തിയായ ഡോക്ടർ NPP നമ്പൂതിരി മെമ്മോറിയൽ ബ്ലോക്ക് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. അനൂപ് ജേക്കബ് MLA അധ്യക്ഷത വഹിച്ചു. പുതിയ ബ്ലോക്കിന്റെ താഴത്തെ നിലയിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗം, ഓപ്റ്റോമെട്രി ലാബ്, ഫാർമസി, പ്രൊസീജിയർ റൂമുകൾ, സ്പെഷ്യൽ കൺസൾട്ടേഷൻ റൂമുകൾ, മീറ്റിംഗ് റൂമുകൾ, പരിശീലന സംവിധാനങ്ങൾ എന്നിവയും രണ്ടാമത്തെ നിലയിൽ ആധുനിക സൗകര്യങ്ങളുള്ള 80 മുറികൾ, ബേസ്മെന്റിൽ കോർപ്പറേറ്റ് ഓഫീസ് എന്നിവയുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പുതിയ ബ്ലോക്കിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള 100 മീറ്റർ ഉയരമുള്ള പുതിയ കൊടിമരത്തിൽ ഗവർണർ ദേശീയ പതാക ഉയർത്തി. ശ്രീധരീയത്തിന് നിലവിൽ ഇന്ത്യയിലുടനീളമായി 8 ആശുപത്രികളും 13 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുമായി 21 ശാഖകളുണ്ട്. ആയുഷ് മന്ത്രാലയം സെന്റർ ഓഫ് എക്സലൻസായി അംഗീകരിച്ച ഗവേഷണ കേന്ദ്രവും 450-ലധികം കിടക്കകളുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയുർവേദ ആശുപത്രിയും ഇതിൽ ഉൾപ്പെടുന്നു. ശ്രീധരീയം ചെയർമാൻ NP നാരായണൻ നമ്പൂതിരി, വൈസ് ചെയർമാൻ ഹരി N നമ്പൂതിരി, മാനേജിംഗ് ഡയറക്ടർ N പരമേശ്വരൻ നമ്പൂതിരി, ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ N നാരായണൻ നമ്പൂതിരി, ഡോക്ടർ ശ്രീകാന്ത് നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. പുതിയ കാലഘട്ടത്തിന്റെ ഉടുപ്പിന് ഒരു തുടക്കമാകുന്നു എന്ന് പറയുവാൻ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ ശ്രീധരീയത്തിന്റെ ചരിത്രം 11-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം ഇവിടെ പ്രതിപാദിച്ചപ്പോൾ എത്രമാത്രം ചരിത്ര പ്രാധാന്യവും അർപ്പണ മനോഭാവവുമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ശ്രീധരീയം 2025 എത്തി നിൽക്കുന്നത് എന്നൊരു തിരിച്ചറിവ് പുതിയ തലമുറയിലേക്ക് കടന്നു വരികയാണ്. Ancient times, every village in Kerala had a Vaidya Griha for general treatments.
along with having various specialized families dedicated to treating different diseases, such as Bharajigasa family, Narmajigasa family, and likewise the Netherlands. Our ancestors, the Nellikkad Vaidyas, during that time focused on general treatment, as well as specialized treatment through poisoning, Vishachigasa, and Netherlands. In the 13th century, the focus shifted entirely to Netherlands. The tradition of Ayurveda has been passed down to us through generations, making it mandatory for at least one family member to practice Ayurveda using traditional methods. This custom is rooted in the ancient belief that the knowledge of Ayurveda hails from Lord Kenmuri. That there was some problem with my eyes. And one of my friends in Bihar, in Patna, in fact he was moving around the country. He had been here, he came to know about this particular hospital. And when he was there in Patna, in Rajbhavan with me, he suggested that there is one hospital, eye hospital, dedicated only for eye treatment. My name is Sri Dharyam. Why don't you consult them? He even contacted here and then gave me his number, Narayanan and Hariji's. And then we contacted him. They said, you better come here. So I came here. We started our treatment. This was about 7 months back. But I do not know what attraction Sri Hariji and Narayanan ji had. Immediately within 1 month, they called me, you have to come here as a governor of Kerala. So they brought me here now again. So I am here, permanently have come, I have and seen that this is now my place. That time I had come here as a visitor. Today I have come here as your own person, your family member. So many times we do not know how it happens, but it happens. I was just a patient here and now I have become a household of this state. ന്യൂസ് ബ്യൂറോ കൂത്താട്ടുകുളം. ലോക ഗജദിനത്തോടനുബന്ധിച്ച് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെയും പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. പരിപാടികൾക്ക് ഇടുക്കി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രസാദ് കുമാർ നേതൃത്വം നൽകി. ലോക ഗജദിനത്തോടനുബന്ധിച്ച് മിഷൻ ഫുഡ് ഫോർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെയും പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ഉൾവനത്തിൽ ഉപ്പുകുഴി ഭാഗത്ത് ശുഷ്കവന മേഖലയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ഫലവൃക്ഷങ്ങളുടെ വിത്തുണ്ടകൾ നിക്ഷേപിക്കുന്നത്. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രസാദ് കുമാർ വിത്തുണ്ട നിക്ഷേപ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ 3ാം വർഷ വിദ്യാർത്ഥികളുടെ NSS യൂണിറ്റുമായി ചേർന്ന് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ തുടർച്ചയായി വിത്തുണ്ട എറിയുന്ന പരിപാടി നമ്മൾ നടത്തി. കുട്ടികൾ ഉൾപ്പെടെ 60ഓളം പേർ പങ്കെടുക്കുകയും ഈ പരിപാടി നമ്മൾ 2 മാസമായിട്ട് 16-ാം തീയതി മുതൽ ഓഗസ്റ്റ് 16-ാം തീയതി വരെയാണ് കേരള വനം വകുപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇടുക്കി വന്യജീവി സംഘത്തിൽ ഇന്നേ ദിവസം നടന്ന പരിപാടിയോടുകൂടി ഇടുക്കി സെക്ഷനിലെ മിഷൻ ഫുഡ് ഫോർഡറുമായി ബന്ധപ്പെട്ടുള്ള വിത്തുണ്ട നിക്ഷേപ പരിപാടികളുടെ സമാപനമാണ് നമ്മൾ നടത്തിയത്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KC ആനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ ഫിലിമോൻ ജോസഫ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊഫസർ അനൂപ് പിൻ ഹീറോ, NSS വോളണ്ടിയർ സെക്രട്ടറി സ്നേഹ S. നായർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടോം ജോസഫ് എന്നിവർ സംസാരിച്ചു. PM അബ്ദുൾ ഷുക്കൂർ, TM രവി, CJ കുട്ടപ്പൻ, ഫിഷർമാൻ സബ് ഗ്രൂപ്പ് അംഗങ്ങളും പരിപാടിയുടെ ഭാഗമായി. ദൃശ്യ ന്യൂസ് ഇടുക്കി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.